ഒറ്റ ദിവസം പലയിടങ്ങളിലായി താനൂരിൽ മോഷ്ടാവിന്റെ വിളയാട്ടം. ഒരു ബൈക്കും 2 മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച കള്ളൻ നിർത്തിയിട്ട ലോറികളിൽ നിന്ന് ബാറ്ററികളും മറ്റൊരു ബൈക്കും മോഷ്ടിക്കാനും ശ്രമിച്ചു. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞു. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. താനൂരിൽ ഇന്ന് പുലർച്ചെയോടെയാണ് മോഷ്ടാവിന്റെ വിളയാട്ടം നടന്നത്. താനൂർ ബൈപ്പാസ് റോഡിൽ നിർത്തിയിട്ട 3 സ്റ്റാർ ഏജൻസിയുടെ ലോറികളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയ മോഷ്ടാവ് തൊട്ടടുത്ത പ്രവർത്തി നടത്തുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ 2 മൊബൈൽ ഫോണുകളും കവർന്നു. ഞാനിവിടെ സലൂണിൻ്റെ വർക്കിന് വന്നതായിരുന്നു. അങ്ങനെ തന്നെ നൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഒരു 1-1.5 മണിക്ക് കിടന്നപ്പോഴും മൊബൈൽ തൊട്ട് ജസ്റ്റിൽ വെച്ച് അങ്ങനെ ഉറങ്ങിയതാണ്. രാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്കൊന്ന് വിളിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ എൻ്റെ ഫോണും കാണുന്നില്ല, എൻ്റെ അനിയൻപുള്ളിയുടെ ഫോണും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക, അതിന് മുന്നേ ഇവിടുത്തെ CCTV ഒക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി വന്നതാണ്. അങ്ങനെ വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടെ ഒരു 6 ലോറിയുടെ ബാറ്ററി ഊരിയിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ബൈക്ക് മോഷണം പോയിട്ടുണ്ട്. അത് അപ്പോൾ അവർ പറഞ്ഞതുണ്ട്, ഞങ്ങളിവിടെ താഴെ ഇറങ്ങിയപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു എന്ന് പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത് ഏതൊരു ബൈക്കിൻ്റെ നമ്പറാണ് ഓട്ടോറിക്ഷയ്ക്ക് വെച്ചിരിക്കുന്നത്. അത് ഓട്ടോറിക്ഷയുടെ നമ്പറല്ല, അതും മലപ്പുറവും എവിടെയുള്ളൊരു സ്ഥലത്തുള്ള ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു. മലപ്പുറം മഞ്ചേരി എവിടെ ഒരു സ്ഥലം പറഞ്ഞു പോലീസുകാർ. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ വിശ്വസിച്ചിട്ട് എങ്ങനെ ഇവിടെ കിടക്കുക എന്നുള്ളത് വരെ ഇപ്പോൾ ഭയങ്കരമായിട്ട് പേടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്ര ഓപ്പണായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഷട്ടറൊക്കെ തുറന്നിട്ടാണ് കിടന്നത്. പക്ഷേ കയറി വന്ന ആളുടെ മുഖവും ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് CCTV കാണുന്നുണ്ട്. ആളെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷേ ആൾ എവിടെ ഉള്ളതാണെന്നൊന്നും ഒരു പിടുത്തമില്ല. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബൈക്ക് മോഷ്ടിച്ചു. തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഒരു ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമവും നടത്തി. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നിർത്തിയിട്ട് 5 ലോറികളിൽ നിന്നും ബാറ്ററികൾ എടുത്ത ശേഷം ഓട്ടോയിൽ കയറ്റിവെച്ചോ മറ്റൊരു ലോറിയിൽ നിന്ന് ബാറ്ററി എടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ ഭാഗത്തേക്ക് നിർത്തിയിടാൻ മറ്റൊരു വാഹനം വന്നത്. ഇതോടെ വാഹനവും ബാറ്ററികളും ഉപേക്ഷിച്ച് മോഷ്ടാവ് മുങ്ങി. ഇന്ന് പുലർച്ചയ്ക്ക് സംഭവം ഉണ്ടായത്. നമ്മളെ ഒരു 4 വണ്ടി നമ്മളെ യാർഡിൽ കിടക്കുന്നതാണ്. 5ാമത്തെ ഒരു വണ്ടി ഇന്ന് പുലർച്ചെ വന്ന് വണ്ടിക്കാരൻ വണ്ടി സൈഡാക്കി പുറത്തേക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ആ സമയത്ത് ആ വണ്ടീൻ്റെ അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടിയപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഡ്രൈവർ പോയി നോക്കിയപ്പോൾ ബാറ്ററി ഊരിയതാണ്. അയാൾ ബാറ്ററി ഊരിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു ഓട്ടോയിൽ വന്നിട്ട് വണ്ടീൻ്റെ 4 വണ്ടിയിൽ നിന്ന് 3 വണ്ടീൻ്റെ ബാറ്ററി ഊരിയിട്ട് ഓട്ടോയിൽ വെച്ചിട്ടുണ്ട്. 3 വണ്ടീൻ്റെ ഓട്ടോയിൽ വെച്ചിട്ട് 4ാമത്തെ ഊരുന്ന സമയത്താണ് നമ്മൾ ഡ്രൈവർ വന്നത്. ആ ഡ്രൈവർ വന്ന് കണ്ടപ്പോൾ അയാൾ നമ്മളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ നമ്മളത് പോലീസിൽ ഇൻഫോം ചെയ്ത് പോലീസുകാർ വന്നപ്പോഴത്തേക്കും ഇയാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടിയിലെ ആ 3 ബാറ്ററിയും ആ തൊണ്ടിമലായ വാഹനം കൊണ്ട് പോലീസ് പോയി. ഇതിനു മുമ്പായാണ് മൊബൈൽ ഫോണുകൾ കവർന്നതെന്നാണ് നിഗമനം. സംഭവസ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.